ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. ഇന്നിപ്പോൾ ഞങ്ങൾ മോളോടക്കൊന്ന് പോട്ടെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ചിലപ്പോൾ ഒഴിവിട്ടുമ്പോഴൊക്കെ മോനെ ഒഴിവിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കൊന്ന് പോകണം വിചാരിച്ചു. അപ്പം അങ്ങനെ പോവുക. പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങട്ടെ വിചാരിച്ചുകൊണ്ട് നോക്കുകയാണ് കേട്ടോ. എന്താ ഇപ്പോൾ കൊണ്ടുപോകണമെന്നൊക്കെ ഈ മെഴുക്കും അതും ഇതൊക്കെ ഉള്ളതാണ്. എന്നാലും ഇനിയിപ്പോൾ എത്തേലും ഇനി അന്നേരം വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നുണ്ട് മോന്തി അയക്കണം. അപ്പം മക്കൾ കുറേ നോക്കിക്കാണ്ട് എണ്ണക്കടി തന്നെയാണ് വാങ്ങിക്കണ്ടിട്ടാ. ഞാൻ പറഞ്ഞു എണ്ണക്കടിയൊന്നും ശരീരത്തിനാകാന്ന് എന്നെ മേങ്ങി കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ. ഇന്ന് ബൈപ്പാസിലാണ് ഈ കാങ്ങുണ്ട് കേട്ടോ. അവിടെ വൈകുന്നേരമായാൽ പിന്നെ വണ്ടികളെ കൊണ്ടൊരു കഥയിക്കാരം. അവിടെയൊക്കെ ചായ കുടിച്ചാനും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ല നിങ്ങൾ വണ്ടികൾ നിർത്തിയിട്ടൊക്കെ കണ്ട്. പുത്തൂര പാടങ്ങളൊക്കെയാണ് ആ കാങ്ങുണ്ട് കേട്ടോ. പാടത്തൊക്കെ വെള്ളം കുറച്ചൊക്കെ പോയി, കുറേച്ചൊക്കെ ഉണ്ട് എന്നാലും. അപ്പം ഞങ്ങളവിടെ എത്തി കേട്ടോ. പെണ്ണിൻ്റെ പെരിയിൽ കുറച്ച് വണ്ടി മുറ്റത്തേക്ക് പോവുകയൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു കാറ്റാണ്. പിന്നെ മുറ്റത്തേക്കാണ് ചെന്നിട്ടില്ല. അപ്പോൾ കുട്ടികളൊക്കെ അമ്മമ്മ പറഞ്ഞ് വിളിച്ച് വരികയാണ്. അപ്പോൾ കണ്ടില്ല മക്കളെ ചുമരുമ്മൽ പേരക്കുട്ടീൻ്റെ ചിത്രങ്ങളാട്ടോ. ആഗസ്റ്റ് 15-ൻ്റെ. അപ്പം മെഫിമോ അവിടെ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. താത്താനെ കണ്ടപ്പോൾ എൻ്റെ പേരക്കുട്ടീനെ കണ്ടു പോകാൻ വലിയ കാര്യമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കളിച്ചാണ്. അപ്പോൾ അതിന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുന്ന് വെച്ചേക്കണം കേട്ടോ. പഴമുണ്ട്, ഉള്ളിവടയും പിന്നെ എന്തൊക്കെ ഉള്ളിവടയും പഴംപൊരിയും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ അവൾ നൂഡിൽസും ഉണ്ടാക്കിക്കോണം. ചായ ഉണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ ചായ കുടിച്ചിട്ട് വിചാരിച്ച് കാണി ഇരുന്നൊക്കെയാണ് കേട്ടോ എല്ലാവരും. അതിൻ്റെ അടിയിൽ കൂടി പേരക്കുട്ടി സൂര്യൻ താണുകൊണ്ട് നിങ്ങൾക്ക് കാങ്ങണ വെച്ച് കണ്ട് കൊണ്ടുപോയിക്കണ്ട നിങ്ങളെ വണ്ടിയിൽ. കാണാൻ നല്ല കാഴ്ചപ്പാടൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ. അടിക്ക് നല്ല താഴ്ചയുള്ള കൊക്കയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു പക്കത്തേക്കൊന്നും നിൽക്കണ്ടാന്ന്. വീണാൽ പിന്നെ തവിട് പൊടിയാവും. അപ്പോൾ അതൊക്കെ കണ്ടു കാണാൻ നിങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഒത്തിരി ഇരുട്ടായിക്കോണം. അതൊക്കെ കണ്ടു കാണാൻ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ. കരിയിൽ തന്നെ എത്തി. അപ്പോൾ കുട്ടികൾ പോയപ്പോൾ അവിടുന്ന് കുറേ കാടും പൊന്തിയൊക്കെ പറിച്ചെടുത്തേക്കണു. അപ്പോൾ ഇവൻ്റെയൊക്കെ കാണേണ്ടത് മറ്റോനാണ്. മറ്റോൻ്റെയൊക്കെ കാണും ഇവനും വേണം. അതിനൊക്കെ തിരക്ക് കൂടി നിൽക്കുന്നു ലോളിച്ചാണ് മറ്റോന് പേരക്കുട്ടി. അതിൻ്റെ ഇടയിൽ അടുക്കളയ്ക്കൊന്ന് വന്നപ്പോൾ മോള് മരം വന്നപ്പം കൂന്തൽ ഓടുന്നപ്പോൾ. അപ്പോൾ പിന്നെ ഓൾ അവിടെ ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കട്ടെ, നിങ്ങളെ മരം ഒന്ന് നേരമാണ് ഇപ്പോൾ കൂന്തൽ ഇട്ട് തന്നാൽ കണ്ടുമ്മാണ്. അപ്പോൾ കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട് കൂന്തൽ കേട്ടോ. അപ്പോൾ ഓൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊരിച്ച് കഴിച്ചു. അല്ല ഞാൻ പൊരിച്ചുകാണ്ട് വരട്ടട്ടെ, അതാണ് കുട്ടികൾക്ക് ഇഷ്ടം എന്നാണ്. പിന്നെ ഓൽക്കും കുട്ടികൾക്കൊന്നും വലിയ എരിവൊന്നും പറ്റൂല. ഓലി നമ്മളെ ഈ മുളകൊന്നും ഉപയോഗിക്കൂല. കാശ്മീരി ആണെങ്കിൽ തുള്ളി ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ വരട്ടി ഉണ്ടാക്കണ കണ്ടു കാണും. കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു കേട്ടോ കണ്ട്. ഞാനങ്ങനെ കൂന്തളും ഞണ്ടും ഒന്നും കൊണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അതൊന്നും ഉണ്ടാക്കലും അറിയില്ല ചൊവ്വേന്. കൂന്തളൊക്കെ കൊടുന്നാൽ അതിൻ്റെ മസി കരിങ്ങാണ് മക്കൾ പേടിപ്പിച്ചു. അപ്പം ഞാൻ അതിന് തന്നെ കൊണ്ടുവച്ചില്ല. ഓൾക്ക് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും ചിലപ്പോഴൊക്കെ. ഓൾക്കെല്ലാം ഉണ്ടാക്കി പുടിയാടുണ്ട്. പുടിയാടില്ലായിട്ടല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ടും ആ ചോറിന്നിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇജ്ജും കുട്ടികളും എൻ്റെ പുതിയാപ്പിളയും തിന്നാൽ മതി, എല്ലാവർക്കും ഉണ്ട് ഇപ്പം അതെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ വെച്ച് കാണും. റൂമിലേക്ക് ചെന്നപ്പോൾ കേട്ടോ പേരക്കുട്ടി ഉണ്ടാക്കി വെച്ച ഇതാണിത്. ചിത്രങ്ങളും സാധനങ്ങളൊക്കെ ചിത്രമുണ്ട്. ബമ്മ കുട്ടികളുണ്ട്. അപ്പോൾ മെഫിമാനായിട്ട് ഓള് കളിച്ചാണ്. മെഫിമാനാണെങ്കിൽ പോരാനും കൂട്ടക്കൂല അവിടുന്ന്. അവിടെ ചെന്നാൽ പിന്നെ ഓളെ കിട്ടിയാൽ മതി, ഞങ്ങളൊന്നും വേണമെന്നില്ല. വണ്ടിയിൽ പല കളിസാമാനും ഉണ്ട്. ഇതൊക്കെ ഓൾ ഉണ്ടാക്കി വെച്ചതാട്ടോ. അപ്പോൾ ഇതിന് മോളെ കൂന്തൾ ഇവിടെ റെഡി ആയിക്കോണം കേട്ടോ. അപ്പോൾ മോനെടുക്കെ പോവാണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചോറുന്നാനോട്ട് നിന്നതും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇവരെല്ലാരും നമ്മളെ വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പം മെഫിമ വണ്ടി കയറാൻ കൂട്ടൊക്കെ ഇല്ല കേട്ടോ. ഓളെ കണ്ടാണ്ടും പോകണം. അതിൻ്റെ അടിയിൽ ഇപ്പം ഞങ്ങളിങ്ങനെ പോന്നപ്പോൾ ടെക്സ്റ്റൈൽസിലൊന്ന് കയറും ചെയ്തു. ഒന്ന് സുൽദാർ എടുക്കാൻ വിചാരിച്ച് കണ്ടിട്ടോ. അപ്പോൾ ടെക്സ്റ്റൈൽസ് കയറി നോക്ക് പറ്റിയത് ഏതാന്നൊക്കെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു നല്ലൊരു കളർ എടുത്താന്ന്. ഇതിൽ കളർ എടുത്തതൊന്നും നിങ്ങൾക്ക് കാട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് മെഫിമ ഒലോളിച്ച് ഞാൻ പറഞ്ഞു ഓലോട് ഇതിക്കൊന്ന് കാട്ടി കൊടുത്തുകൂടേനോ പെണ്ണിനോട്. അപ്പോൾ ഓരോന്ന് നോക്കട്ടെ. അപ്പോൾ ഈ കൊളത്തിയ ചീന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ആ അണിമാറിയിലുള്ള അട്ടിക്കുള്ളിൽ നിന്നാണ് ഒന്ന് എടുത്തത്. കൊളത്തി വെച്ചതൊക്കെ ഷർട്ടും ഇതൊക്കെയാണ്. അതിലുണ്ട് സുൽദാറുകളൊക്കെ. ഞാൻ പറഞ്ഞത് പിന്നെ എടുക്കാമെന്ന്. അങ്ങനെ അപ്പോൾ ഒന്ന് നോക്കി സെലക്ട് ചെയ്ത് എടുത്തേക്കണു കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ് എൻ്റെ മോനെ. അപ്പോഴത്തെ മെഫിമോന് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തൂക്കിയിട്ട് ഈ കൂടെയൊക്കെ പോകണം. ഏറ്റങ്ങളതൊക്കെ വലിച്ചിടുന്നറിയും ഞാൻ. അവിടെ നടന്ന് കളിച്ച് പാൻറ് ഉണ്ടപ്പോൾ പതിക്കിടാൻ വിചാരിച്ച് കാണും നോക്കുക. അപ്പം അതൊക്കെ എടുത്ത് കാണ്ട് ബില്ലടിച്ചിട്ടേ ഞാൻ നിൽക്കുക കേട്ടോ. അപ്പം മെഫിമോന് വാച്ച് കണ്ട് അയിമലൊക്കെ നോക്കി
നിൽക്കുകയാണ് ബാച്ചിനും വേണ്ടി. ഈ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ തരിട്ടാ. മറ്റൊരു വീഡിയോ ആയി പിന്നെ വരാം ഇൻഷാ അല്ലാ.